മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കേരള സർക്കാരിന് പരിഭവം പറയാനേ ആവുന്നുള്ളൂ, വാങ്ങിയെടുക്കാനാവുന്നില്ല. ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല, കേന്ദ്രത്തിൻ്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവമില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ചാണ് കാര്യം. കേരള ഗവൺമെൻറ് വാങ്ങിയെടുക്കുന്നതല്ലോ, കേരള ഗവൺമെൻറ് അവകാശപ്പെട്ടത് തരികയല്ലേ വേണ്ടേ? ആ തരുന്നില്ല. തരാതപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത്. ഇനി ശക്തിയായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി സമരത്തിന് തയ്യാറുണ്ടോ? UDF തയ്യാറുണ്ടോ? എന്നിട്ട് പറയുകയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കേന്ദ്രത്തെ വിമർശിക്കാനുള്ള നട്ടലില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണിപ്പോൾ ഇവിടെ ലീഗായാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവഗണനക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും അണിചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അതിൽ പ്രതിപക്ഷം അവരുടെ പങ്ക് വഹിക്കണം. ആ പങ്ക് വഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരവസ്ഥ. അപ്പോൾ വാക്കുകൊണ്ട് പോലും തള്ളി പറയാൻ കുഞ്ഞാലിക്കുട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് RSS BJP വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച കേരളത്തിന് ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇനി മുന്നോട്ടേക്ക് വെക്കാനുള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സഹായവും നമുക്ക് ലഭിക്കില്ല, പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. വോട്ടർ പട്ടികയിലെ അപാകതകൾ, SIR പ്രശ്നം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. 24 ലക്ഷം വോട്ടർമാരുടെ പേരുകളാണ് നിലവിലുള്ള പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 19.32 ലക്ഷം വോട്ടർമാരോട് പൗരത്വം തെളിയിക്കാൻ രേഖകൾ സമർപ്പിക്കാൻ ഇപ്പോഴാവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപാകതകൾ നിറഞ്ഞ ഒരു പട്ടികയാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. 2 ആഴ്ചക്കാലം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് പരിശോധിക്കാനും തിരുത്താനും ആവശ്യമായ രീതിയിലുള്ള സമയം അനുവദിക്കണം ഒന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ LDFൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും ശക്തിയായ രീതിയിലുള്ള ഒരു സമരം ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ആ സമരം ഇന്ന് നടക്കാൻ പോവുകയാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലേക്ക് തിരുവനന്തപുരത്ത് എല്ലാ ജില്ലാ ഇലക്ഷൻ കമ്മീഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസിലേക്കും മാർച്ച് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ SIR ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് തന്നെ 2-ാം തീയതി സമരം നടത്തണമെന്ന് സംസ്ഥാനാടിസ്ഥാനത്തിലും അതുപോലെ ജില്ലാടിസ്ഥാനത്തിലും തീരുമാനിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞതുമാണ്.